Sir, did you call me? Yes. What's the matter, sir? Go and bring JK. Okay, sir. Guys, നിങ്ങൾ JK സാറിനെ കണ്ടായിരുന്നോ? എത്തിയിട്ടില്ല. ഷാർപ്പ് 9 സാർ എത്തൂ. ഓ ഓക്കെ then. Yeah, he's here. Sir, may I come in? ഹാ വിശ്വ, താനെന്താ ഇവിടെ? ആദം സാർ പറഞ്ഞയച്ചതാണ്. സാറിനൊന്ന് കാണണമെന്നും പറഞ്ഞു. ഓ യാം കമ്മിങ്. അച്ഛാ വിളിച്ചായിരുന്നോ? ആ, നീ ഒന്ന് വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. ആ പറയൂ. എടാ, നിനക്കറിയാലോ, അച്ഛനിപ്പോ ചെറിയ ചെറിയ പേടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താ അച്ഛൻ മീൻ ചെയ്യുന്നത്? ഒരു ഉൾഭയം, എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അതുകൊണ്ട് ഇത് നീ പേടിക്കണം. അച്ഛൻ ഞാനിത് വേണം. ഇപ്പം എനിക്ക് ആരെങ്കിലും കയ്യിൽ ഇത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ മാത്രം. ഇത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി നിന്റെ കയ്യിലിരിക്കുന്ന അച്ഛന് 100% ഉറപ്പുമുണ്ട്. അല്ല അച്ഛ, എന്നാലും വേണം ജയിക്ക്. ഇതിന് പിന്നിൽ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. എനിക്ക് ഇടവും വലവും എൻ്റെ ശത്രുക്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരിക്കലും നിന്റെ കയ്യിലെത്തിയെന്ന് ഞാൻ വഴി പുറത്തു പോയില്ല, അതുപോലെ നീ വഴിയും പുറത്തു പോകാൻ പാടുള്ളതല്ല. നിനക്കറിയാലോ ഇത് എത്ര മാത്രം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതുപോലെ തന്നെ നിനക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റാരുടെ കയ്യിലും ഇതെത്താനും പാടില്ല. ഇത് നിന്റെ കയ്യിൽ ഞാൻ തരുന്നതോടുകൂടി എനിക്ക് ഇതിനോടുള്ള കടമ തീർന്നിരിക്കുകയാണ്. ഇനി നീയാണിത് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് നീ എവിടെ കൊണ്ടുവച്ചാലും അത് രണ്ടാമതൊരാൾ അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ പോലും നീ ഇതെവിടെ വെക്കുന്നത് എന്ന് അറിയാൻ പാടുള്ളതല്ല എന്ന്. ശരി അച്ഛ. എന്നാ പിന്നെ നീ പോകാൻ നോക്ക്. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ കാലത്തിന് ശേഷവും ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ നീ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്, അതിനൊരു പ്രശ്നവും വരരുത്. നിനക്കറിയാലോ അച്ഛൻ ഈ ഒരു നിലയിലെത്താനായിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ദാരിദ്ര്യത്തിൽ നിന്നും അച്ഛൻ ഇവിടെ വരെ എത്തിയത് അച്ഛൻ്റെ ഒരാളുടെ പരിശ്രമമാണ്. അത് നീയായിട്ട് തകർക്കാൻ പാടില്ല. അച്ഛൻ ചെയ്തതുപോലെ തന്നെ നീ മുന്നോട്ട് പോകണം. ഒരിക്കലും നിന്റെ ലൈഫ് എൻജോയ് ചെയ്യരുത് എന്ന് അച്ഛൻ പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ കമ്പനി നോക്കുകയും വേണം. തീർച്ചയായും അച്ഛ, എനിക്ക് മനസ്സിലാവും. അച്ഛൻ ഈ കമ്പനി എങ്ങനെ കൊണ്ടുപോയി അതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ഞാൻ ഈ കമ്പനി കൊണ്ടുപോയിക്കോളാം. അതച്ഛന് ഈ JK തരുന്ന വാക്കാ. അച്ഛൻ അത് മാത്രം കേട്ടാൽ മതി. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അച്ഛ. ശരി, സൂക്ഷിച്ചു പോ. ശരി. ഫിയോണ, ഇതെല്ലാം സൈൻ ചെയ്ത പേർപ്പസാണ്. ഇയാൾ ഒന്നുകൂടെ നോക്കി വെക്കോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. Okay sir, definitely. Then I am leaving. Bye sir. ഹലോ അച്ഛ, പറ. മോനെ, നാളത്തെ സൂര്യോദയം അച്ഛൻ കാണില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. അച്ഛ എന്താ ഈ പറയുന്നേ? JK, അച്ഛനെ കുറച്ച് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. മേ ബി ദേ വിൽ കിൽ മീ ഇഫ് ഐ ഡൈ. ഓൾവേസ് റിമെമ്പർ ദിസ്. ഞാൻ പറഞ്ഞ കാര്യവും ഞാൻ തന്ന സാധനവും ആരുടെ കയ്യിലും എത്തരുത്. നീ നിന്റെ ഉള്ളിൽ തന്നെ എല്ലാം ഇരിക്കണം, കേട്ടല്ലോ? അച്ഛ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അച്ഛൻ്റെ ലൊക്കേഷൻ എന്താ? ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്കാം. നോ വൺ ഗോയിങ് ടു കിൽ യു. ഓക്കെ JK, പറയുന്ന പോലെ നിസ്സാരമല്ല. നീ ഇവിടെ വരുമ്പോഴത്തേനും എല്ലാം തീർന്നിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതി, കേട്ടല്ലോ? ബട്ട് ഡാഡ്, നോ മോർ ടോക്ക്. ജസ്റ്റ് കട്ട് ദ കോൾ. ബൈ ആൻഡ് ഐ ലവ് യു. റിമെമ്പർ ദിസ്. ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു. ഓക്കെ? ഫക്ക് വിജയ്, പ്ലീസ് അച്ഛൻ്റെ ലൊക്കേഷൻ എവിടെയെന്നൊന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ സാർ. ഡാഡ് പ്ലീസ് സ്റ്റേ വിത്ത് മീ. ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. ഗോഡ് പ്ലീസ് പ്ലീസ് മേക്ക് ഹിം അലൈവ്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ഒന്നും സംഭവിക്കരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. സാർ, ലൊക്കേഷൻ കിട്ടിയെന്നാ? ഓ താങ്ക് യു.
അയ്യോ, എന്തോരം ഇടിയാണല്ലോ ഇടിച്ചത്. ആ വണ്ടിയിലുള്ള ചേട്ടൻ മരിച്ചു എന്നാ തോന്നുന്നേ. അമ്മാതിരി കേട്ടില്ലല്ലേ ആ വണ്ടികളൊക്കെ കേറിയത്. എന്താണ് ഇത്ര പെട്ടെന്ന് സംഭവിച്ചത്? മര്യാദക്കായിരുന്നില്ല ഇത്ര നേരം വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നത്? ആർക്കറിയാം. അച്ഛാ, അച്ഛേ, എഴുന്നേക്ക് അച്ഛാ. നിങ്ങളൊക്കെ എന്ത് നോക്കി നിൽക്കോ? ഒരു ആംബുലൻസ് വിളിക്ക് പ്ലീസ്. അച്ഛ, കണ്ണൂർക്ക് അച്ഛ. ഡോക്ടർ, താങ്ക്സ് ടു ഗോഡ് മാൻ, ഹീസ് അലൈവ്. ഓ താങ്ക് ഗോഡ്. ബട്ട് വൺ പ്രോബ്ലം, അദ്ദേഹത്തിന്റെ 2 കാലുകൾക്കും ശേഷിയില്ലാതായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഹി ക്യാൻ വാക്ക്. കാല് മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ വീൽ ചെയറിലെ എനിക്ക് കാണാൻ പറ്റുമോ? യാ, ബട്ട് നോട്ട് ടുഡേ. നാളെ കണ്ടാൽ മതി. ഓക്കെ? ഓക്കെ ഡോക്ടർ. ആരാ? ഞാൻ മോനും മോൻ്റെ അച്ഛനും വേണ്ടപ്പെട്ട ഒരാളാണ്. മനസ്സിലായില്ല അല്ലേ? മോൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കാൻ കാരണക്കാരനായത് ദേ ഈ 2 കൈകൾ കൊണ്ടാ. ഷോ, അങ്ങനെ നോക്കല്ലേ. ഈ ബൊക്കെ ഉണ്ടല്ലോ, ഞാൻ മോൻ്റെ അച്ഛന് വേണ്ടി വാങ്ങിച്ചതാ. അത് ഞാൻ കരുതിയത് ഇവന്മാരൊക്കെ നിന്റെ അച്ഛനെ കൊന്നോന്നാ. അതുകൊണ്ട് റീത്ത് ഓർഡർ ചെയ്തതാ. പിന്നെയല്ലേ കേൾക്കുന്നേ അവൻ്റെ 2 കാല് മാത്രമേ പോയുള്ളൂ എന്ന്. ദേ നോക്കു മോനെ, വളച്ചു കെട്ടില്ലാണ്ട് ഞാനൊരു കാര്യം പറയാം. ആദം, മോനൊരു കാര്യം ഏൽപ്പിച്ച് കാണൂലേ, അത് എനിക്ക് തരണം. ഇല്ലെങ്കിൽ ഇന്നവന് 2 കാലേ നഷ്ടപ്പെട്ടുള്ളൂ. നാളെ അവൻ്റെ ജീവൻ എടുക്കാൻ വരെ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോനിതാ ഈ എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ ഞാനിതും കൊണ്ട് എപ്പോഴേ ഇവിടുന്ന് പോകും. അല്ലെങ്കിൽ അച്ഛൻ്റെ പോലെയാണ് മോനെങ്കിൽ അവസാനം അതുപോലെ അപ്പുറത്തെ വീട്ടിലും മോനൊരു റൂം ഞാൻ ബുക്ക് ചെയ്യാം. അപ്പോൾ വേഗമാവട്ടെ, എടുക്കുക. താങ്ക് യു ഫോർ നിങ്ങളെ തിരഞ്ഞു നടന്ന് പകുതി എൻ്റെ സമയം കളയാതിരുന്നതിന്. ഇപ്പോൾ എനിക്ക് കാര്യം കുറെ കൂടി എളുപ്പമായി. നിങ്ങളായിട്ട് തന്നെ എൻ്റെ മുമ്പിൽ വന്നു. അതാണ് എനിക്കും വേണ്ടിയിരുന്നത്. അച്ഛൻ്റെ മോൻ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ആ കോൺഫിഡൻസും വെച്ച് നടക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം അവസാനം 2 കാലുകളോ അല്ലെങ്കിൽ ജീവനോ ഇല്ലാണ്ട് ആശുപത്രി മുറിയിൽ കിടക്കേണ്ടി വരും. വെറുതെ നിന്ന് എൻ്റെ സമയം കളയാതെ വേഗം ഞാൻ ചോദിച്ച സാധനം എൻ്റെ കൈകളിൽ തരുന്നതാണ് നിനക്ക് നല്ലത്. തന്നില്ലെങ്കിൽ നീ എൻ്റെയും പകുതി ജീവൻ പോകാൻ കിടക്കുന്ന നിന്റെ തന്തയും തള്ളയും നിന്റെ പെങ്ങളെയും ഞാൻ കൊന്നാളയും. അത്ര തന്നെ. തന്നെപ്പോലൊരു ബീരുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ബീരു? ഞാൻ? പിന്നെ അല്ലാതെ നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ താൻ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നേ. അതാകുമ്പോൾ ഞാൻ പേടിച്ച് തനിക്ക് തരുമെന്ന് ഓർത്തിട്ട്. കുറെ ഗുണ്ടകളും ആയുധങ്ങളുണ്ടെന്നും പറഞ്ഞ് താനൊന്നുമല്ല. എൻ്റെ അടുത്ത് താനിപ്പോ വെറും പുഴുവാണ്. ഡാ, എന്തടാ? നോക്ക്, സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും എൻ്റെ അച്ഛനും സംസാരിച്ച കാര്യം ഒളിഞ്ഞു നിന്ന് കേട്ട ആ ചാരൻ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവനെ കണ്ടുപിടിക്കുന്നതോടെ നീ എന്ന ചാപ്റ്ററിനെ ഞാൻ ഇല്ലാതാക്കും. അച്ഛനെ നോക്കുന്നത് കണ്ട് നോക്കി നിൽക്കുന്ന ഒരു മകനല്ല ഞാൻ. ആ നോയിപ്പിച്ചവൻ്റെ സാമ്രാജ്യത്ത് പോയി അവനെ കൊല്ലുന്നതാണ് എൻ്റെ പോളിസി. പക്ഷെ അത് കുറെ കൂടി നീ എളുപ്പമാക്കി തന്നതുകൊണ്ട് വൺസ് അഗൈൻ താങ്ക് യു. പിന്നെ ഭീരുവായി യുദ്ധം ചെയ്യാതെ വീരനായി യുദ്ധം ചെയ്യും. ഐ വിൽ ഗിവ് യു 1 month. വിത്തിൻ 1 month താൻ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചാൽ, ഓൾസോ വിത്തൗട്ട് നോ അതർ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ, അങ്ങനെ നീ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചാൽ ഐ വിൽ സേ യു ആർ ബ്രേവ് ആൻഡ് യു ആർ എ മാൻ. അല്ലാത്ത പക്ഷം നീ ഭീരുവിന് തുല്യം. ഓക്കെ, യാമീൻ, തീർച്ചയായും ഞാനത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കും. നമുക്ക് കാണാം. ഐ എം വെയിറ്റിംഗ്. ഓക്കെ, എന്നാ ഈ ബൊക്ക അച്ഛന് കൊടുത്തേക്ക്. എന്നിട്ട് പറ അയാളുടെ ഫേവറേറ്റ് എനിമി തന്നാണെന്ന്. ബൈ മാൻ.
lava under the cover. You better watch out, his eyes on fire. That's gonna break you down. ഹാൻഡ്സ് അപ്പ് മിസ്റ്റർ. ഊപ്സി ഷിറ്റ്. നീയൊക്കെ എവിടെയാടാ നാറികളെ? സോറിടാ, ഞങ്ങളെയും പിടിച്ച്. ആഹാ, അപ്പൊ ഇന്നത്തെ ഉറക്കം ജയിലിലാണല്ലേ? കേറട വണ്ടിയില്. കേറുവാ സാറേ, എന്തിനു ഇത്ര ബുദ്ധിമുട്ടുന്നേ? ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്. മാറു മാറു. ഡോ സെക്ഷൻ 319 എഴുതി വെച്ചേക്ക്. കേസ് കോടതി കയറുന്ന സാരം. അതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ ജയിലിൽ ചാടണം. എടാ ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര നാളെ നമ്മൾ ഈ ജയിലിൽ ചാടിക്കൊണ്ടിരിക്കേ? ഇന്ന് തന്നെ നമ്മ പറഞ്ഞാണ് ആരും കണ്ടുപിടിക്കാണ്ട് ഇതെങ്ങനെങ്കിലും മോഷ്ടിക്കണമെന്ന്. പക്ഷെ ഒരെണ്ണം ശ്രദ്ധിച്ചില്ല. അതിന്റെ പിഴവ് കാരണമാണ് ഇപ്പൊ നമ്മൾ എവിടെ കിടക്കുന്നതിന് കാരണം. ഇത് ശ്രദ്ധിക്കാണ്ടോന്നല്ല, ഇത് നമ്മുടെ പിഴവാണ്. മോഷ്ടിക്കണേക്കാളും തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോടൊക്കെ ചുറ്റും നോക്കാൻ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ആരും നോക്കിയില്ല. CCTV ഹൈഡ് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും നോക്കിയിട്ട് വേണമായിരുന്നു കയറാൻ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്താ അവിടെ ഇരുന്ന് പ്ലാനഡാണോ ചാടാനായിട്ട്? എന്നാലേ അതൊന്നും നടക്കില്ല. ഹൈ സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് ചുറ്റും. ഈവൻ ഞങ്ങളുടെ 10-15 ഓഫീസേഴ്സ് ഇതിന്റെ ചുറ്റും കാവൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എസ്കേപ്പ് ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഫക്ക്, വി ആർ ട്രാപ്ഡ് ബ്രോ. ഇനി നമ്മൾ എങ്ങനെ? വെയിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു വഴി അടഞ്ഞ മറ്റൊരു വഴി തുറക്കുന്നാണല്ലോ. നമുക്ക് നോക്കാം, നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന്. എടാ, അത് നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്കാ, നമ്മളെപ്പോലെ മോഷണങ്ങളും കള്ളപ്പുറവും കാണിക്കുന്നവർക്കല്ല. ഓ, ഇത്ര ധാരണയായിരുന്നോ സ്വന്തം കാര്യത്തിലുണ്ടായിരുന്നത്? എന്നിട്ട് എന്തേ പിന്നെ മോഷ്ടിക്കാൻ ഇറങ്ങിയത്? കുടുംബം പോറ്റാൻ. അങ്ങനെ എന്നെ എല്ലാവരും ഇറങ്ങിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിൽ നമ്മളെ നോക്കാൻ തന്നെ ചെയ്യുന്നതാ. അപ്പോ നന്മയുള്ള കാര്യം തന്നെയാ. നീ അതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. തൽക്കാലം ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടണമെന്നൊന്ന് ഞാൻ ആലോചിക്കട്ടെ. സാറേ, LM കമ്പനിയുടെ CEO അലക്സാണ്ടർ സാറിനെ കാണണമെന്ന് പറയുന്നുണ്ട്. പുള്ളി ഇവിടെ വന്നിട്ടുണ്ടോ? ആ സാറേ, എന്നെ കയറി വരാൻ പറയൂ. ആ ഓക്കെ സാർ. സാറേ കയറി വരൂ, ഇരിക്കൂ. എന്താണ് സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. എന്താണ് സാറ് പറഞ്ഞോ? ഇയാളെന്ന് പിടിച്ച ഒരു പയ്യനില്ലേ? ഒരാളൊന്നല്ല, ഇന്ന് കുറച്ച് ഗ്യാങ്ങിനെയാണ് പിടിച്ചത്. എടോ, ആ ചെക്കന്റെ പേരെന്താണെന്ന്? ഈഹാൻ സാർ. ആ ഈഹാൻ എന്ന് പറഞ്ഞ പയ്യൻ, അയാളെ തനിക്കറിയോ? ഓ, അവനല്ലേ ആ ഗ്രൂപ്പിന്റെ ലീഡർ. എന്നാ ആ പയ്യൻ എനിക്ക് വേണം. നിങ്ങൾ അവനെ വിട്ടു തരണം. എന്തിനാ സാറേ? വേറൊന്നുമില്ല, എനിക്ക് അവനെ കൊണ്ട് കുറച്ച് ഉപയോഗമുണ്ട്. അവനെ കൊണ്ടൊക്കെ ഉപയോഗോ? അവനെ കൊണ്ടൊക്കെ നഷ്ടങ്ങളല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല സാറേ. താൻ ഞാൻ പറയുന്നത് ചെയ്താൽ മതി. അവന് പുറത്തിറക്കാൻ നോക്ക്. ഓക്കെ സാർ. ഡാ, ഈഹാനെ പുറത്തേക്ക് വിടും. ഓക്കെ സാറേ. ഡാ, നിന്നെ സാറ് വിളിക്കണം, അങ്ങോട്ട് ചെല്ലു. ഓ, പിന്നെന്താ? നമസ്കാരം സാറേ. എന്തായാലും മനസ്സലിവ് തോന്നി. ഞങ്ങളെ പുറത്തുവിടാൻ വല്ല പ്ലാൻ? നിനക്കൊക്കെ എന്ത് ഭാഗ്യടാ, നിന്നെ ജാമ്യത്തിലെടുക്കാൻ വന്നതായി സാറ്. എന്നെയോ? ഈ സാറോ? ആ, എന്റെ പൊന്നു സാറേ, ഈ ലോകത്ത് ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ സഹായം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. എങ്കിലും സാറിനെ വെറുതെ ജാമ്യത്തിലെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് സാറേ. സാറിന് എന്നും ദൈവം അനുഗ്രഹിക്കും. എങ്ങോട്ടാ സംസാരിച്ചു പോകുന്നേ? നിന്നെ വെറുതെ ഒന്നും ജാമ്യത്തിലെടുത്തതല്ല, എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് ഉപയോഗമുണ്ട്, അതിനാ. എന്താണ് സാറേ? എന്ത് വെള്ളം പറഞ്ഞോ, എന്ത് ഞാൻ ചെയ്തുതരാം. പക്ഷെ ഈ കേസ് എന്റെ തലേന്ന് ഒഴിവാക്കി തരണം. അതൊക്കെ ഞാൻ ഒഴിവാക്കാം. എന്നെ മാത്രല്ല, ദേ ഹൈഡുള്ളിൽ കിടക്കുന്ന എന്റെ ഗ്യാങ്ങിനെ മൊത്തം ഒഴിവാക്കി തരണം. ചെയ്യാടോ. എങ്കിൽ പിന്നെ സാറ് പറഞ്ഞോ, ഞാൻ കേക്കാം. ഇവിടെ വെച്ചല്ല, പുറത്തേക്ക് വാ, എന്നിട്ട് ഞാനൊക്കെ പറഞ്ഞുതരാം. ഓക്കെ സാറേ, സെറ്റ്. ഇയാൾക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ? കുടിക്കാനൊന്നും വേണ്ട, ഒരു ബിരിയാണി വാങ്ങിച്ചു തന്നാ മതി സാറേ. അവൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് അണ്ണാക്കി കുത്തി കയറ്റി കൊടുക്കാൻ നോക്ക്. ഓക്കെ സാർ. അവൻ്റെ പൊന്നു സാറേ, പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇവിടുത്തെ ബിരിയാണി ഉണ്ടല്ലോ, വെള്ളത്തെ പൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കുന്നതോടെ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. എന്താ, ഒരു പ്ലേറ്റും കൂടി പറയണോ? സാറിന് ഇഷ്ടമാണെങ്കിൽ ഒരു പ്ലേറ്റും കൂടി പറയാം. ഞാൻ കഴിക്കാൻ തയ്യാറാണ്. ഡോ, ഒരു പ്ലേറ്റും കൂടി വേണം. ഓക്കെ സാർ. എൻ്റെ പൊന്നു സാറ്, സാർ ദൈവ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ. സാറിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ അപ്പം തന്നെ ചെയ്തുതരാം. വേഗം പറ്റുള്ളൂ. കാര്യം വളരെ സിമ്പിളാണ്. എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്നും വേണ്ടപ്പെട്ട ഒരു സാധനം എടുക്കണം. എന്ത് സാധന? അതൊക്കെ ഞാൻ പറയാം. പക്ഷേ അതെടുക്കണേക്കാൾ മുമ്പ് നീ അവനെ വളച്ച് നിന്റെ കയ്യിലാക്കണം. വളച്ച് കയ്യിലാക്കുന്നോണ്ടോ സാർ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇത് ജിസബൽ കാഴ്സൺ, JK. ഹി ഈസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് CEO. ഹോട്ടിയാണല്ലോ.
ഇവന്റെ കമ്പനിയിൽ നീ കയറി പറ്റി ഇവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം അത് കണ്ടുപിടിച്ച് എന്റെ കയ്യിൽ തരുന്നതോടെ നിന്റെ ടാസ്ക് കഴിയും. ഓക്കെ, എനിക്കിതുകൊണ്ട് എന്താ ഉപകാരം? ഞാൻ നിനക്ക് 2 കോടി തരും. ഓ 2 എന്ത് 2 കോടി തരും. സാറേ ശരിക്കാണോ സാറേ? ആടാ. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് സാറിന് അത് എടുത്തു തരാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് എടുത്തു തരാം. അത്ര ആവേശമൊന്നും വേണ്ട. തനിക്ക് ഞാൻ 1 മന്ത് തരും. അതിനുള്ളിൽ താൻ എല്ലാം സെറ്റിൽ ചെയ്യണം. അതുകൂടെ അഡ്വാൻസ് 25 lakh തൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടാം. ഓക്കെ സാറേ. പിന്നെ താൻ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല ജോയ്ക്ക്. അവനെ വശത്താക്കി താൻ തൻ്റെ ഭാഗത്തേക്ക് ആക്കണം. എന്നിട്ട് വേണം അതും കൊണ്ട് എനിക്ക് തരാനായിട്ട്. അതിനുള്ള സമയമാണ് ഞാൻ തനിക്ക് തന്നിരിക്കുന്നത്. വെറുതെ അങ്ങനെ അവൻ്റെ കമ്പനി കയറി പറ്റുന്നതിൽ മാത്രമല്ല, അവനെ തൻ്റെ കൂടെ നിർത്തുന്നതിലും തൻ്റെ കഴിവിരിക്കുന്നുണ്ട്. തന്നെ അവൻ അത്രത്തോളം വിശ്വസിക്കേണ്ടതായും വരും. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി താനവനെ വളർത്തുന്നതാ. സാർ എന്തീ ഉദ്ദേശിക്കുന്നത്? പ്രണയിക്കാനോ? എന്തേ പറ്റില്ലേ? പറ്റാണ്ടൊന്നുമില്ല. ഞാൻ പ്രണയിച്ച് വശത്താക്കി സാറിന് സാധനം കൊണ്ട് തരാണ്ട് ഞാൻ പോയില്ല സാറേ. ശരിയെങ്കിൽ ഓക്കെ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ എനിക്ക് പറഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്യാം. നാളെ ഞാൻ തനിക്ക് മെസ്സേജ് ഇടാം, അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ സാർ. എടാ, ഒരു ആൺകുട്ടിയെ പ്രണയിക്കാന്നൊക്കെ പറഞ്ഞാ അതത്ര സിമ്പിളായ കാര്യമൊന്നുമല്ല. അതെ, മാത്രല്ല ആ ചെക്കന് അങ്ങനെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ അവിടെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് ഓർക്കാണ്ടില്ല. ഇനി ബൈ ചാൻസ് എന്റെ പ്രണയത്തെ അവൻ വീണുപോയാ ഞാൻ എങ്ങനെ അവനെ തേക്കൂടാ? ഞാൻ ഇതുവരെ ആരും തേച്ചിട്ടില്ലല്ലോ. എനിക്ക് അവനെ വേദനിപ്പിക്കാനും പറ്റില്ല. മിണ്ടാണ്ടിരിക്കുന്ന ആറ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും പൈസയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവനായിട്ട് 2 കോടി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും കിട്ടിയതിന് തുല്യാണെന്നാണല്ലോ. അപ്പോ എന്താ അവനങ്ങനെ ചെയ്യട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഒരിക്കലും അതവനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ നമ്മളെയും അവരായ അവരുടെ പാടെ. അതൊക്കെ അത്രേ ഉള്ളൂ. കേട്ടോ? കേട്ടു. ഈഹാൻ പറയുന്ന അത്ര സിമ്പിൾ ഒന്നും അല്ല. വളരെ കഷ്ടപ്പെട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അത്രയും കൂടെ അയാൾ തരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത്രയും വലിയ മെഷീൻ ആയിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കി ശ്രദ്ധാപൂർവ്വം ഒക്കെ ഓരോന്ന് ചെയ്യേ. ഇല്ലെങ്കിൽ അവസാനം പണി കിട്ടിയിട്ട് ഞങ്ങൾ കിടന്ന് വിളിക്കാൻ നിൽക്കരുത്. നീ ഒറ്റയ്ക്കാണ് ഈ പണിക്കുള്ളത്, അത് മനസ്സിലാക്കണം. ആടാ, ഞാൻ മനസ്സിലാക്കി. ഇനിയിപ്പൊ നാളെ എന്താന്ന് വെച്ചാൽ ചെയ്യാലോ. ശരിയെങ്കിൽ പോയി എല്ലാവരും കിടക്കാൻ നോക്ക്. ശരി. തന്നെ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ അതും പറഞ്ഞ് ഞാൻ എങ്ങനെയാണോ തന്നെ പ്രണയിക്കാം? ഞാനൊരു സ്ട്രെയിറ്റ് മാൻ അല്ലേ, അപ്പൊ എങ്ങനെ ഈ ഗെയിം മോഡിൽ പ്രണയിക്കാം? എങ്ങനെയൊക്കെ പിടിച്ച് കേറണം നിന്റെ ഹൃദയത്തിൽ. ഞാനൊന്ന് ഞൂണ്ട് കയറി നോക്കട്ടെ, എന്നിട്ട് വേണം ആ ഹൈഡ് ചെയ്തിരിക്കുന്ന സാധനം കൊണ്ട് കൊടുക്കാം. അപ്പൊ ചക്കരെ, നാളെ എന്നെ മീറ്റ് ചെയ്യാൻ കാത്തിരുന്നോ. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഗെറ്റിംഗ് ബെറ്റർ. അമ്മയോടും അനിയത്തിയോടും നീ എന്തു പറഞ്ഞു? അച്ഛനൊരു മീറ്റിംഗിൽ ആ പുറത്താണെന്നാ പറഞ്ഞേക്കുന്നത്. ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഒരുത്തൻ വന്നായിരുന്നു വാണിങ്ങുമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കാനായിട്ട്. അവനതെങ്ങനെ അറിഞ്ഞു? അറിയില്ല അച്ഛാ, നമ്മുടെ ഓഫീസിൽ തന്നെ ഏതൊരു ചാരനുണ്ട്. ആരാണെങ്കിലും അവനെ വേഗം കണ്ടുപിടിക്കാൻ നോക്ക്. നീ എൻ്റെ കാര്യം നോക്കണ്ട. ഇപ്പോൾ എനിക്ക് 2 കാറുകളില്ലെന്നുള്ളൂ. ഇപ്പോഴും ആ പഴയ ഞാൻ തന്നെയാ. അച്ഛൻ ഓവറായിട്ട് സ്ട്രെസ് എടുക്കണ്ട. ഇവിടെ ഞാനുള്ളപ്പോൾ അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ നോക്കിക്കോളാം. ബാക്കി എന്താണെങ്കിലും ഒരുത്തൻ എൻ്റെ കയ്യിൽ നിന്നത് വാങ്ങിക്കില്ല. വാങ്ങിക്കാൻ വന്നാ അവൻ്റെ കന്തിയായിരിക്കും. അതാണ് എൻ്റെ മോൻ. എനിക്ക് നിന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട്. നീ അത് തകർക്കാതെ ഇരിക്കണം. തീർച്ചയായും അച്ഛാ. എനിക്ക് നീ ഓഫീസിൽ പോകാൻ നോക്കാം. 8:30 കഴിഞ്ഞു. ഞാനിവിടെ ഇരുന്നോളാം. പക്ഷെ അച്ഛനാരെങ്കിലും നോക്കണ്ടേ? കാര്യസ്ഥൻ ദേവനെ വിളിക്കുക. അവനാകുമ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. അച്ഛനെ നോക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതല്ലടാ, ഓഫീസിലെ കാര്യം നമ്മൾ 2 പേരും ഇവിടെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. ശരി, എന്നാ പിന്നെ ദേവേട്ടനെ വിളിച്ച് ഞാൻ പറയട്ടെ. ദേവേട്ടൻ വന്നതിന് ശേഷം ഞാൻ പോവാം. ശരിടാ. ദേവൻ വന്നുന്നാ തോന്നുന്നേ. നീ പോയി വാതിൽ തുറക്ക്. ശരി അച്ഛാ. നമസ്കാരം മാമ. എന്നെ അറിയാലേ? അങ്ങോട്ട് മാറിക്കോ കൊച്ചേർക്ക. എന്റെ തന്ത എന്തേ, അവനെ കാണട്ടെ ആദ്യം. അളിയ, എന്തുകൊണ്ട് ഈ കാണുന്നേ? അത് തന്നെ അളിയ. ദേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ ഭാര്യയുടെ ചേട്ടനാണെന്നും പറഞ്ഞ് ഞാൻ നിന്റെ സ്വന്തം ചേട്ടനാവാതിരിക്കുന്നില്ല. നിനക്ക് എന്ത് സംഭവിച്ചാലും അത് ഞാൻ കൂടി അറിയേണ്ടതാണ്. കാരണം നീ എനിക്ക് അനിയന് തുല്യമാണ്. നീ നിന്റെ കോലൊന്ന് നോക്കിക്കേ.
2 കാലാടാ പോയത്, കാല്. നിനക്കിതൊന്നും പുത്തരിയായിരിക്കില്ല, പക്ഷെ എനിക്കതായി. എത്ര കാലം നീയും നിന്റെ മോൻ ഇതൊക്കെ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കും, അല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ നിന്ന് ഒളിച്ചു വെക്കും? ആർക്കും ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ദേവന്റെ മുമ്പിൽ വെച്ച് ആ ഫോൺ സ്പീക്കറിൽ ഇടാനും അത് കേൾക്കാനും എനിക്ക് തോന്നിയത്. ഞാനത് കേട്ടില്ലായിരുന്നെങ്കിൽ ഞാനത് അറിയുമായിരുന്നു? ഇല്ല, ആരും ഒന്നും അറിയില്ല. പക്ഷേ നീ വീൽചെയറിൽ വരുമ്പോഴായിരിക്കും ഞങ്ങളെല്ലാം അറിയുന്നത്. ആ സമയത്ത് നിന്നെ ഞാൻ കൊന്നു കളയുമായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞല്ലോ, അതിന്റെ ഒരു സമാധാനം എനിക്കുണ്ട്. എന്താണവോ അച്ഛനും മോനും പ്ലാൻ ചെയ്തിരിക്കുന്നത്? അവരെ കൊല്ലാനോ, അതോ വീണ്ടും അത് ഒളിപ്പിച്ച് വെച്ച് മറ്റുള്ളവരിൽ നിന്നും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വാങ്ങിക്കാനോ? ചേട്ടാ, നിങ്ങൾ ചൂടാവാതിരിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ചിരിക്കണോ? അതിനുള്ള അവസ്ഥ എനിക്കിപ്പോ ഇല്ല. പിന്നെ നീ എന്തായാലും അച്ഛന്റെ മോൻ തന്നെയാണ്. റിവെഞ്ച് എടുക്കണമെന്ന് കരുതിയ അത് എടുത്തിരിക്കും, അതാര് വന്ന് തടഞ്ഞാലും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോവാ. നിങ്ങളുടെ രണ്ടുപേരുടെ പ്രൊട്ടക്ഷനാണ് ഇപ്പൊ എനിക്ക് വേണ്ടത്. അതുകൊണ്ട് 2 പേർക്കും അത്യാവശ്യത്തിനധികം ബോഡി ഗാർഡ്സിനെ വെക്കണം. മാമ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. നിനക്കില്ലെങ്കിൽ എനിക്കുണ്ട്. ഇന്ന് തന്നെ AJ കമ്പനിക്ക് ബോഡി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ലെറ്റർ ഞാൻ ഇടും. അത് കണ്ട് വരുന്ന ഏറ്റവും സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള എല്ലാവരും എടുത്തിരിക്കണം. അതിൽ 10 പേര്, 5 പേര് നിനക്കും 5 പേര് അവനും വേണം. ഇതിനൊരു മാറ്റമില്ല. ഞാൻ പറഞ്ഞതുപോലെ 2 പേരും കേട്ടാൽ മതി. കേട്ടോ പറഞ്ഞത്? ആ കേട്ടു അളിയാ. പിന്നെ ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമില്ല അളിയാ, ബെഡ് റെസ്റ്റ് എടുത്താൽ മതി. എന്നാ പിന്നെ അത് എടുക്കാൻ നോക്ക്, എന്നിട്ട് ചാടി പറയാൻ നിൽക്കരുത്. സാർ, AJ കമ്പനിയുടെ പുതിയ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്? ആദത്തിന് ആക്സിഡന്റ് പറ്റിയേക്കുന്ന കാരണം നിരഞ്ജൻ ആദത്തിനും ജയക്കും ഹൈ സെക്യൂരിറ്റി വെക്കാൻ പോവുകയാണ്. അതും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്. 10 പേരെയാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈഹാനെ ഇതിലേക്ക് ഇടണം. സാർ, മനസ്സിലായില്ല. ഈഹാനെയും ഒരു വെൽ സർട്ടിഫിക്കറ്റഡ് ആയിട്ടുള്ള ഒരു ഗാർഡ് ആക്കണം. അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്? യെസ് സാർ, അവന് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫയൽസ് ഞങ്ങൾ ഉണ്ടാക്കണം അല്ലേ? അത് തന്നെ, വേഗം പോയി ചെയ്തോളൂ. ഇന്ന് തന്നെ അവനെ പോയി ജോയിൻ ചെയ്യിപ്പിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ആ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മറ്റാർക്ക് കണ്ടാൽ കൂടി തോന്നരുത്. അതുപോലെ ആയിരിക്കണം സർട്ടിഫിക്കറ്റ്. ഓക്കെ സാർ. സാർ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ഇറ്റ്സ് ടൈം ഈഹാൻ, നമ്മുടെ ഗെയിം തുടങ്ങാൻ സമയമായിരിക്കുന്നു. ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? നീ അവിടെ ഒരു ബോഡി ഗാർഡ് ആയിട്ടാണ് ചെല്ലാൻ പോകുന്നത്. ബോഡി ഗാർഡാ? അതെ, JKയുടെ ബോഡി ഗാർഡ്. അങ്ങനെ വേണം നീ അവനായിട്ട് കൂട്ടുകൂടാൻ. പതിയെ അവനെ വിശ്വാസം നീ പിടിച്ചു പറ്റണം. എന്നിട്ട് വിത്തിൻ 1 month അവനിൽ നിന്നും അതിനെ തട്ടിയെടുക്കണം. മനസ്സിലായോ? ഓക്കെ സാർ. ഇതാണ് നിന്റെ ഫേക്ക് സർട്ടിഫിക്കറ്റ്. ഇതിൽ എഴുതിക്കുന്നൊക്കെ വായിച്ചു നോക്കി നീ എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണം. അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അപ്പൊ അതിനനുസരിച്ച് ഉത്തരവ് നീ പറയണം. അതിലാണ് നിന്റെ പകുതി കഴിവിരിക്കുന്നത്. പകുതി വരെ ഞങ്ങൾ ചെയ്തു തന്നു, ബാക്കി പകുതി നിന്റെ കയ്യിലാണ്. ഓക്കെ സാർ, ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. ചെയ്തില്ലെങ്കിൽ 2 കോടിയാണ് നഷ്ടമാകാൻ പോകുന്നത്. അത് മനസ്സിലുറപ്പിച്ച് വേണം ചെയ്യാൻ. യെസ് സാർ, ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. സ്ഥലത്ത് ഇറങ്ങാൻ നോക്ക്. ഹാ. എന്റെ പൊന്നടാവി, എന്നോ ഒരു തിരക്കാടാ ഇത്. ഞാൻ എങ്ങനെ സെലക്ട് ആയി കയറി പോന്നേ? അതാ പറയുന്നത്, ഇതൊരു പകുതി മുക്കാലും നിന്റെ കഴിവാണ്. നീ കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്ക്, അല്ലാത്ത പക്ഷം പൈസ നഷ്ടമാവും മോനെ. ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ജയിച്ച് അതിൻ്റെ ഉള്ളിൽ പോവാ? ഇവരൊക്കെ യഥാർത്ഥത്തിലുള്ള ബോഡി ഗാർഡ്സ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ കയറാൻ മോളെന്ന് എനിക്ക് 100% ഉറപ്പാ. മോഷ്ടിക്കാൻ നേരത്തെ പോലീസ് പിടിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ പറയാറൊരു ഡയലോഗ് ഉണ്ട്, ഇതെന്റെ കോൺഫിഡൻസ് അല്ല എൻ്റെ അഹങ്കാരാണെന്ന്. അതും പോലും പോലീസ് പിടിക്കാതെ നീ പുല്ലുപോലെ രക്ഷപ്പെട്ട് പോകാറുണ്ട്. നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റാനാണോ എത്ര ബുദ്ധിമുട്ട്? എടാ, അതെനിക്ക് അറിയുന്ന കാര്യം, ഇതെനിക്ക് അറിയാത്ത കാര്യം. അവിടെ ഞാൻ എങ്ങനെയുണ്ട് അഹങ്കരിക്കുക? വേണമെങ്കിൽ മതി, ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല. അയാൾ തന്നെ 25 ലക്ഷം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ നോക്ക്. എന്നിട്ട് ആ കേസിൽ വീണ്ടും കുഴിപ്പെട്ട് ആ ജയിലിൽ പോയി കിടക്കാൻ നോക്കാം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഓ ശരി, ഞാൻ നോക്കാം. നീ എന്നിങ്ങനെ വിഷമിപ്പിക്കാതെ. ഞാൻ പോയി ജയിച്ചിട്ട് വരാൻ നോക്കാം. നോക്കാനല്ല, ജയിക്കണം. ജയിക്കാം. ഈഹാൻ മാത്യു. യെസ് മാം. യു ക്യാൻ ഗെറ്റ് ഇൻസൈഡ്. ഓക്കെ മാം. അപ്പൊ എങ്ങനെ ഈഹാൻ, പോയിട്ട് നിന്റെ ടാർഗറ്റിനെ കാണുകയല്ലേ? നിന്റെ സോ കോൾഡ് ഹാർഡ് ടാർഗറ്റിന്. ഇവനെ എങ്ങനെ ഞാൻ വഴിച്ചെടുക്കുന്നത് ദൈവത്തിനറിയാം. എങ്കിലും ഗോഡ് പ്ലീസ് ബ്ലെസ് മീ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ.
താൻ ശരിക്കും ബോഡി ഗാർഡിന് തന്നെയാണ് നിൽക്കുന്നത്? അതെ സാറേ, എന്താ വല്ല സംശയമുണ്ടോ? ആ ഉണ്ട്. എന്താണ്? താൻ തന്റെ വസ്ത്രധാരണം ഒന്ന് നോക്കൂ. ഒരു ബോഡി ഗാർഡിന് പറ്റിയ വസ്ത്രധാരണയാണോ ഇത്? അത് പിന്നെ സാറേ, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നന്നായിട്ടായിരിക്കട്ടെ എന്ന് കരുതി. ഇനി പിന്നെ സാറിൻ്റെ ബോഡി ഗാർഡിൽ കഴിഞ്ഞാൽ എനിക്ക് ആ കറുപ്പേ വെള്ള ഡ്രസ്സ് ഇടേണ്ടി വരില്ലേ? അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ നല്ല രീതിക്ക് വരാമെന്ന് കരുതി. സോ കോൺഫിഡൻറ്റ്. തന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ നോക്കി. 3 സ്ഥലത്ത് ബോഡി ഗാർഡിട്ട് നിന്നിട്ടുണ്ട് അല്ലേ? ആ അതെ സാറേ. എന്തുകൊണ്ടാ പിന്നെ അവിടുത്തെ പണി നിർത്തി വന്നത്? അത് അവിടെ അധികം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് അവിടെ വന്നേക്കുന്നത്? അത് ഒരിക്കലല്ല സാറേ, സാറിന്റെ സേഫ്റ്റി അതാണ് പ്രധാനം. താനീ കമ്പനി ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? എന്റെ പൊന്ന് സാറ്, ചെറുപ്പം കാലം തൊട്ട് ഞാൻ ആദം സാറിന്റെ വലിയൊരു ഫാനാണ്. ആദം സാറ് പോളി CEO അല്ലേ. പിന്നെ അങ്ങനെ കുറെ നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുടെ മോൻ ആ ഭാഗത്ത് വന്നപ്പോൾ JK സാറിനോട് എനിക്ക് വലിയ റെസ്പെക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കരുതി അവിടെ എങ്ങനെയുള്ള ഒരു ജോലി എടുത്ത് അവിടെ നിൽക്കണം. അത് മാത്രമല്ല, അവരെങ്ങനെയാണ് എംപ്ലോയീസിനോട് പെരുമാറണേന്ന് അറിയണം. പിന്നെ അവരെങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം പല ബാഡ് ഗായ്സിൽ നിന്നും. അതൊക്കെ വിചാരിച്ചിട്ടാണ് സാറേ. ഗുഡ്. ഇപ്പോ എന്റെ നേർക്ക് ഒരു ബുള്ളറ്റ് വന്നാൽ താൻ എന്ത് ചെയ്യും? ഞാനതെന്റെ സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങും സാറേ. എന്തിന്? സാറിന്റെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ സാറിനൊന്നും വരാണ്ട് നോക്കുക എന്നതാണ്. ഒരു സ്ക്രാച്ച് പോലും സാറിന്റെ ബോഡി വരുത്താൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ആ ബുള്ളറ്റിനെ നെഞ്ചിലേറ്റ് വാങ്ങി ഒരു ധീരെ മൃത്യു ഞാൻ വരിക്കും. നീ കുറച്ച് ഓവറാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഓവറോ? സാറേ, ഇതെന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ് സാറിനോട്. അത്ര ഇഷ്ടമാണ് സാറേ സാറിന് എനിക്ക്. വാട്ടെവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ ചാൻസ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി കിടന്ന താൻ എന്ത് ചെയ്യും? ആ സ്പോട്ടിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് ആക്സിഡന്റ് പറ്റില്ലേ? അപ്പം ഞാനും വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഫോൺ എടുത്ത് ആംബുലൻസ് വിളിക്കും. ഇനിയിപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ധൂമിലെ പോലെ ബൈക്ക് എടുത്ത് സാറിൻ്റെ അടുത്ത് ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്ന് സാറിനെ പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും സാറേ. എന്നിട്ട് സാറിനെ വേദനിപ്പിച്ച് അവനെ CCTV പോയി കണ്ടുപിടിച്ച് അവൻ്റെ സ്ഥലത്ത് പോയി അവൻ അടിക്കും സാറേ. താൻ സെലക്ട് ആണെങ്കിൽ ഞാൻ മെസ്സേജ് ഇടാം. ഇപ്പോൾ തൽക്കാലം ബുക്കോളൂ. ഓക്കെ സാർ. അതെന്തൊരു ചെക്കനാണല്ലേ, ബോഡി ഗാർഡിൻ്റെതായ ഒരു ഇതും അവൻ്റെ ദേഹത്ത് കാണാനില്ല. ആവശ്യത്തിനധികം കോൺഫിഡൻസ് ഉണ്ട്. എന്നുവെച്ചാൽ എന്നെ രക്ഷിക്കണം എന്നുള്ള കോൺഫിഡൻസ് അവൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അപ്പോൾ ഡോണ്ട് വെറി, നമുക്ക് അവനെ സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നിന്റെ ഇഷ്ടം. നിനക്കിഷ്ടമായെങ്കിൽ നമുക്കത് എടുക്കാം. ശരി, എന്നാ അടുത്ത ആളെ വിളിക്ക്. എന്തായി, സെലക്ട് ആയാ? നാളെ പറയുള്ളൂ. നീ എന്ത് ചെയ്ത് പൊളിച്ചാ? ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയില്ലേന്നൊരു ഡൗട്ട്. എന്നാർക്കും പിടിച്ചില്ലെന്ന് തോന്നണടാ. നീ അങ്ങനൊന്നും പറയല്ലേ, നിന്നെ സെലക്ട് ചെയ്യും. നീ കോൺഫിഡൻസ് ആയിട്ടിരിക്കേ. അതാ പറഞ്ഞേ, ആ കോൺഫിഡൻസ് കാരണമാണ് എന്തൊക്കെ അവിടെ ചെന്ന് പറഞ്ഞെന്ന് എനിക്ക് പോലും ഒരു എത്തും മീഡിയം കിട്ടുന്നില്ല. മോഷ്ടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കൂലേ? എന്തിനാ ഒരുത്തിന്റെ ബോയ് ഫ്രണ്ടൊക്കെ ആക്കാൻ നോക്കുന്നത്? മിണ്ടാണ്ടിരിക്കും, വേഗം പോവാൻ നോക്കാം. ഇത്രയും പേരെ നോക്കിയിട്ട് അതിൽ 5 എണ്ണത്തിൽ നീ പെടുമെന്ന് ദൈവത്തിനറിയാം. ഇപ്പൊ നീ എന്റെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുന്നേ. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞാണ്. മതി പോവാ. പോവാ. ഇയാള് വിചാരിച്ച പോലെ ഒന്നല്ല. ഫോട്ടോയില് കാണേക്കാളും ഭംഗി നേരിട്ട് കാണുമ്പോഴാ. അയ്യേ, ഞാനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇഹാൻ, നിനക്കിത് എന്തു പറ്റി? നിന്നോട് ഗേനെ പോലെ അഭിനയിക്കാനാ പറഞ്ഞ, അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഗേ ആവാനല്ല. ശേഷേ, അതൊക്കെ മറന്നയാളാ. എനിക്ക് ഓഫീസിലേക്ക് ആദ്യം തന്നെ സെലക്ഷൻ കിട്ടുമോ നോക്കണം. ദൈവമേ, കിട്ടണേ. ഗുഡ് നൈറ്റ്. ഡാഡാ, എനിക്കടാ ദേടാ നിന്നെ സെലക്ട് ചെയ്തെന്ന്. ശരിക്കും? ഹാടാ, നിന്നോട് ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം ചെല്ലാൻ നോക്ക്. ഹാടാ, ഞാൻ പോട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വെറുതെ കളയാൻ നിൽക്കരുത്. നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചു പോകണം, കേട്ടല്ല? ബോഡി ഗാർഡിന്റെ ഇതൊക്കെ നിന്റെ മുഖത്ത് വരണം. തീർച്ചയായും, ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. അപ്പൊ പിന്നെ ചെല്ലി. ദൈവമേ, ട്രാഫിക്. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ നാഥ. ലേറ്റായി. സോറി. താനെന്താ അവിടെ ഫസ്റ്റ് ഡേ ആയിട്ടാണ് ഇത്ര ലേറ്റ്? എന്റെ പൊന്ന് സാറേ, നല്ല ട്രാഫിക് ആയിരുന്നു. അതെല്ലാരും പറയുന്ന കള്ളമാണ്.
വേറെ വല്ലതും പറയാൻ നോക്ക്. ദൈവമേ, സത്യമായിട്ടും ട്രാഫിക് ഉണ്ടായിട്ടാ? വിശ്വസിച്ചു. ശരിക്കും സാറേ, വേണമെങ്കിൽ വീട് എടുത്ത് ഞാൻ കാണിച്ചുതരാം. ഇന്ന് നല്ല ട്രാഫിക് ആയിരുന്നു അവിടെ. തൽക്കാലം പോയി അവരുടെ കൂടെ ചെന്ന് നിൽക്ക്. അവിടെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അതൊക്കെ കേട്ട് എങ്ങനെ നിൽക്കണ്ടെന്ന് മനസ്സിലാക്കി ഓരോന്ന് ചെയ്യാൻ നോക്ക്, കേട്ടോ? ശരി സാറേ. അല്ല, എനിക്കിതെന്താ പറ്റിയത്? എന്റെ ഹൃദയം എന്തിനാ ഇങ്ങനെ കിടന്നിടിക്കുന്നേ? ചിലപ്പോൾ ഓടിയതുണ്ടാവും. അതന്നെ. വാട്ട് ഹാപ്പൻ ടു മീ? ഗൈസ്, സാറിപ്പം മീറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ സാറിൻ്റെ ഒപ്പവും ബാക്കി 4 പേര് വേറെ വണ്ടിയിൽ സാറിനെ ഫോളോ ചെയ്ത് വരണം, കേട്ടോ? ഓക്കെ സാർ. സർട്ടിഫിക്കറ്റ് പ്രകാരം ഇതിൽ ഏറ്റവും കൂടുതൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇഹാൻ താനല്ലേ? അപ്പൊ താൻ തന്നെ സാറിന്റെ കൂടെ ഇരുന്നാൽ മതി. ഓക്കെ സാർ. താനെന്ത് ഇതില്? അത് നിരഞ്ജൻ സാറ് പറഞ്ഞിട്ടാണ് സാറ്. ഓക്കെ താൻ. സാറേ, നമ്മൾ ഏതോ ഒരു വണ്ടി വേറെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഡ്രൈവർ വണ്ടി നിർത്ത്. അത് വേണോ സാറേ? നിർത്തടോ. ഓക്കെ സാർ. ഹായ്, ഞാൻ വാസുദേവ വർമ്മ. തൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഒരു ശത്രു തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. കാര്യം സിമ്പിളാണ്. തൻ്റെ അച്ഛൻ തനിക്ക് തന്ന ഒരു സംഭവമില്ലേ, അതെനിക്ക് വേണം. ഇതിപ്പോൾ എല്ലാവർക്കും ഇത് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം? അതെനിക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ആർക്കും ഞാൻ അത് കൊടുക്കാനും പോകുന്നില്ല. പക്ഷേ ഇനി അതിൻ്റെ അവകാശം എനിക്കാണ്. നീ എനിക്ക് തരും, എൻ്റെ കൈ കൊണ്ട് തന്നെ, ഇപ്പോ ഇവിടെ വെച്ച്. എങ്ങനെ? പിള്ളേരെ, അവനടിച്ചിടറാ. എന്താണ് ഇവിടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ ഞാൻ ഈ സ്യൂട്ടിട്ട് നിൽക്കണതേ? നീയൊക്കെ ഇദ്ദേഹത്തെ ഇടിക്കുന്നത് കണ്ട് നിൽക്കാനല്ല. ആദ്യം നീയൊക്കെ എന്നെ തൊഴി, എന്നിട്ട് ഞങ്ങളുടെ സാറിനെ തൊട്ടാ മതി. വാടാ, വാ. സാർ പേടിക്കണ സാറേ, ഇവന്മാരൊക്കെ ചന്ത് ഞാൻ മുന്നിലാക്കും. Yo, here comes the tiger. He's got the power under the cover. You better watch out, his eyes on fire. That's gonna break you down. വാവ്, നൈസ് വർക്ക്. താങ്ക് യു സാറേ. എന്നാ പിന്നെ പോവല്ലേ? പോവാം. What happened, JK? എന്താ ലേറ്റ് ആയത്? വരുന്ന വഴിക്കൊരു ട്രാഫിക്. ഓ, ഇറ്റ്സ് ഓക്കെ. വാ, സിറ്റ്. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, സാറിന് കുടിക്കാനുള്ളത് ഞങ്ങൾ വാങ്ങിച്ചോളാം. ഓക്കെ മാഡം. എന്താണ് ഇഹാനിത്? എൻ്റെ പൊന്ന് സാറേ, സാറിൻ്റെ ജീവൻ തന്നെ എൻ്റെ കൂടി ജീവനാണ്. ഇവിടെ ആരെങ്കിലും ആ വെള്ളത്തിൽ വല്ലതും കലർത്തി സാറിന് തന്ന എന്തെങ്കിലും പറ്റിയ ഞാനതിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് സാറ് എൻ്റെ അനുവാദമില്ലാണ്ട് ഞാൻ ആ ഫുഡ് ടെസ്റ്റ് ചെയ്യാണ്ട് സാർ അതൊന്നും കഴിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? അതെ, ഓവർ ഫ്രീഡം എടുക്കാൻ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല. താൻ എൻ്റെ ബോഡി ഗാർഡ് മാത്രമാണ്. അതും പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുത്. ഓക്കെ സാറേ. ഇയാളെന്തെങ്കിലും പറഞ്ഞോ? നമുക്ക് കുടിക്കാം. ഓക്കെ. അപ്പോ ഈ ഓഫർ താൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. താൻ 50-50 എടുക്കുകയാണെങ്കിൽ ഓക്കെ. ഐ മീൻ, ജെകെ, താൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനെടുക്കാണ്ടിരിക്കണം? താൻ ഉള്ളതുകൊണ്ടല്ലേ ഞാനിത് ചെയ്യാൻ തന്നെ കരുതിയത്. ഓ, ദാറ്റ്സ് ഹാപ്പി ടു ഹിയർ. പിന്നെ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇയാള് പറ. എടോ, കുറെ കാലമായി മനസ്സിലിട്ട് നടക്കുന്നു, ഇപ്പോഴാ പറയാൻ തോന്നിയത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തന്നെ ഫാമിലി വന്ന് ഒരു പ്രപ്പോസൽ തന്നാ താൻ ആക്സെപ്റ്റ് ചെയ്യോ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ നമ്മുടെ ബിസിനസ് നടക്കട്ടെ. ഓക്കെ, അതേ മതി. തനിക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പറയണം. തീർച്ചയായും.
സാറേ സാറേ അവിടെ വെച്ച് അവന്മാര് തല്ല വന്നപ്പോ എന്ത് സാധനം കയ്യിലുണ്ടെന്നാ പറഞ്ഞത്? അതൊരു സാധനം തനിക്ക് പറഞ്ഞിട്ട് എന്തിനാ? അല്ല, ഞാൻ സാറിന്റെ ബോഡി ഗാർഡ് ആവുമ്പോ ഇത് എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു വെക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ സാറിന് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ എനിക്ക് സാറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതല്ലേ. അതറിഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ ഒന്നും എനിക്ക് വേണ്ട. താനിപ്പോ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ആ ഓക്കെ സാറേ. ആ സാധനം എന്താണെന്ന് അലക്സാണ്ടറും ഈ ജെക്കെയും പറഞ്ഞില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ? ഇതെന്താണ്? സാറിനോട് ജ്യൂസാ. ഞാൻ കൊണ്ടു കൊടുത്തോളാം. താ എന്നാ സാറേ സാറേ ഉള്ളിലില്ലേ? ഈശ്വര, എന്താണ് ഈ കാണുന്നത്? சூடினாய் கோலமுத்தத்தில் களையத்தான் கூரை பட்டி ஏன் உடுத்தினாய் கூடல் பொழுதில் கசங்கத்தான் மங்கை கூந்தல் மலர்கள் எதற்கு கட்டில் மேலே நசுங்கத்தான் தீபங்கள் அடிப்பதே புதிய பொரு நாம் தேடத்தான் நெஞ்சினிலே ஊஞ்சலே ஆனந்தம் என் கண்ணிலே சிவந்ததி என் மதுவிலே கையட கருவே என்னுள்ளே நெஞ்சினிலே ஊஞ்சலே ஆனந்தம் என் கண்ணிலே. നോക്കിക്കഴിഞ്ഞോ? എങ്കിൽ ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് പോവാൻ നോക്ക്. സാറേ, അതെ സാറ് ആ കോട്ടിനുള്ളിൽ ഇത്ര 6 പാക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് അമ്പരന്ന് പോയതാ. താൻ നല്ല ഓപ്പൺ ആണല്ലേ. എങ്ങനെ? അല്ല, ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് പറഞ്ഞിരിക്കും. അതാരാണ് എന്താണെന്ന് നോക്കാണ്ട് കണ്ണടിച്ച് പറയും. അത് പണ്ട് മുതലുള്ള ശീലാണ് സാറേ. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത ശീലാണ്. അതുകൊണ്ട് പോവാൻ നോക്ക്. ശരി സാറേ. ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സമാധാനായിക്കണം അല്ലേ? അതെ. ഹലോ സാർ. ഏഹാൻ, താൻ പോയ കാര്യം എന്തായി? ഒരാഴ്ച കഴിഞ്ഞില്ലേ ഇപ്പോ? എൻ്റെ സാറേ, 1 മാസത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. പറയുന്ന അത്ര എളുപ്പമല്ല ഈ പ്രണയം എന്ന വികാരം കൊണ്ടുവരാനായിട്ട്. മാത്രല്ല, അത് പുരുഷന്മാരാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. അതിനുള്ള സാവകാശം നിങ്ങൾ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല. എനിക്കിപ്പോ നിനക്ക് തരാൻ വെറും 1 മാസം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ഡീലില് വെറും 1 മാസത്തിനുള്ളിൽ അവനിൽ നിന്നോ ഞാനത് തട്ടിയെടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സാവകാശം എനിക്കിപ്പോ നിനക്ക് തരാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനെ വേഗം കൈക്കുള്ളിലാക്കാൻ നോക്ക്. ഇയാളുടെ വിചാരം എന്താണ്? ഈ സിനിമയിൽ കാണുന്നുള്ള ഒരു പാട്ട് സീൻ ഇട്ട് കഴിഞ്ഞ പ്രണയം അങ്ങോട്ട് ആവുന്നതാണോ? അത് റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമോ? പ്രത്യേകിച്ച് ജേക്കനെ പോലുള്ള ഒരാളെ ഞാൻ ഇങ്ങനെ വളച്ചെടുക്കാനാ? തേങ്ങ ഒരു ഐഡിയ തലയിലും കിട്ടുന്നില്ല. ജെക്കെ, മാമ, ഇതെന്താണ് പ്രതീക്ഷിക്കാത്തൊരു വരവ്? ചുമ്മാ നിന്നൊന്ന് വന്ന് കാണണമെന്ന് തോന്നി. അച്ഛനെന്തു പറയുന്നു? ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. അതിനേക്കാൾ മുമ്പ് ഇവിടെ വന്ന് നിന്റെ ബോഡി ഗാർഡ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വന്നതാ. എല്ലാവരും ഓക്കെ അല്ലേ? ആ മാമ, എല്ലാവരും ഓക്കെ. പിന്നെ ഓവർ കോൺഫിഡൻസ് എന്ത് പറയുന്നു? ഡൂയിങ് ഗ്രേറ്റ്. പിന്നെ ആകെ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറയാനായിട്ടുള്ളത്, ഇവൻ ഈ കണ്ട സാധനം നേരിട്ട് കണ്ണി നോക്കി പറയും. അത് ചിലവർക്ക് പിടിക്കും, ചിലവർക്ക് പിടിക്കൂല. ചില സമയത്ത് അവൻ ഓൺ ദ സ്പോട്ട് നമ്മൾ മീറ്റിംഗ് ചെയ്യുന്ന ക്ലയന്റിനൊക്കെ ആയിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ ഒരു കയ്യും കണക്കൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പറയും. മനുഷ്യനെ നാണം കെടുത്തു. ആഹാ, ഈ സ്വഭാവം കണ്ടിട്ട് നിന്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെ. അതും ഞാൻ വിചാരിക്കാണ്ടില്ല. അമ്മയ്ക്കുണ്ടല്ലോ ഈ പ്രശ്നം. എന്തായാലും നന്നായി. ഞാനെന്താ ഇറങ്ങട്ടെ, അവനൊന്ന് പോയി കാണണം. ശരി മാമ, ചെല്ലേ. എൻ്റെ പൊന്നമ്മ ചേച്ചി, ചേച്ചി ഈ കപ്പ് ഇങ്ങനെ പുഴുങ്ങി വയ്ക്കുമ്പോൾ എങ്ങനെയാ ചേച്ചി ഈ മീൻകറി മാത്രമായിട്ട് കൂട്ടുന്നത്? ചമ്മന്തിയും കൂടി വേണ്ടേ? നല്ല കാന്താരി ചതച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ സൂര്യമുളക് ചതച്ചതോ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണയും ഉപ്പും മുളകും കൂടെ പുളിയും പിന്നെ സവാളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ ഇട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി വെക്ക്. പറയാൻ പറ്റില്ല, സൂപ്പർ ടേസ്റ്റ് ആണേ. എന്നാ കുഞ്ഞെ നീ തന്നെ ഉണ്ടാക്ക്, എന്നിട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ. അതിനെന്താ ഇപ്പൊ ഉണ്ടാക്കാല? ഹലോ മിസ്റ്റർ, താനിവിടുത്തെ ബോഡി ഗാർഡാണ്, അല്ലാണ്ട് കുക്കല്ല.
ചുമ്മാ വെറുതെ നിന്നപ്പോ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാന്ന്. സാറ് അവസരം കഴിച്ചോക്ക്, പുളി സാധന. എനിക്കൊന്നും വേണ്ട. ഓ വലിയ ജാട. സാരം അയക്കണ്ട, ഞാൻ കഴിച്ചോണ്ട്. കഴിച്ചു നോക്കിയാലോ? വേണോ? കഴിച്ചോക്കാം. എങ്ങനെയുണ്ട് സാറേ? കണ്ട് കൊള്ളൂല. ഓ അതെനിക്ക് മനസ്സിലായി മുഖം കണ്ടപ്പോ. നീ പോടാ. സാറേ എന്റെ സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ദേ സാറിന്റെ ആ സാധനം ഒന്ന് എടുക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നു. എവിടെ? വേഗം എനിക്ക് വന്നാലല്ലേ കാണാൻ പറ്റൂ. പുറത്തേക്ക് വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ജെകെ സാർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ്, നോക്കി കണ്ട് കേക്ക് മുറിക്ക് സാറേ. സാർ ഉറങ്ങാൻ പോവാണോ? പിന്നെ ഞാൻ തല കുത്തിക്കണോ? എന്റെ പൊന്നു സാറേ, ബർത്ത്ഡേ ആയിട്ട് ഒന്ന് ആഘോഷിക്കാണ്ട് വന്നേ സാറ്. നമുക്ക് കുറച്ച് ഡ്രിങ്ക് അടിക്കാം. ഞാൻ കുടിക്കാനില്ല. എന്തുവാണ് സാറേ ഇപ്പൊ കുടിച്ച് കിടന്നുറങ്ങിയ നാളേക്ക് മാറുന്നു? ഇല്ല ഞാനില്ല. എന്നാ വേണ്ട, ഞാൻ കുടിച്ചോളാം. നല്ല മുന്തിരിയിട്ട വൈനാ. ശോഷമുണ്ടാക്കിയതാ. അത് 100 ദിവസം മണ്ണിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കിയ വൈൻ. വേണമെങ്കിൽ കുടിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഒരു ഗ്ലാസ് എടുക്കുക. എന്താ? ഒരു ഗ്ലാസ് എടുക്കാൻ. ഇന്നാ കുടിക്ക്. I'm a nirukali drunk, now an alkali drunk. I'm a nettukali, adichu poosu malayali. Rajini pola mass if I'm drunk, baby dance. Simple moves theriyadu, only nadan moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കള്ളം ഇട്ടു. കവലയില്ല ഞാൻ ആള് കളിച്ചു നോക്കി. ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി. ഞാൻ വിളിച്ചു ഡാൻസ്. I don't catch a fun and the snow say I feel like the energy beat so വെടിച്ചു കൊട്ടുപാട്ട് കെട്ടു പെട്ടച്ചു ഹെനസി. പറ്റായി ദൈവമേ, ഞാൻ എൻ്റെ വീക്കാടാണ് കളയാൻ പോകുന്നത്. എല്ലാം പൈസയ്ക്ക് വേണ്ടി. എങ്കിലും എനിക്കിങ്ങനെ ഒരാണിൻ്റെ കൂടെ ശ്രമിക്കാം, അല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. എന്നോട് ക്ഷമിക്കണേ. ഹേയ് ജെകെ, നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ ബോഡി? എൻ്റെ തൈസ്, എൻ്റെ കാൽ, എൻ്റെ ബോഡി. എന്റെ നാഥ, എന്റെ ഹൃദയം എന്തിനിങ്ങനെ കിടന്നിരിക്കുന്നേ? എന്റെ തല. ഇതെന്താ? ജെകെ എന്തേ? അയ്യോ, ജെകെ, വി നീഡ് ടു ടോക്ക്. ഈ ഫയൽസിന്റെ ഒരു കോപ്പി ഞാൻ ഇന്നലെ എടുക്കാൻ പറഞ്ഞായിരുന്നു തന്നോട്. യെസ് സാർ. അതെന്തെടുക്കാഞ്ഞത്? മറന്നുപോയി. മാസം സാലറി വാങ്ങിക്കാൻ മറക്കാറില്ലല്ലോ. പോയി ഇതിന്റെ കോപ്പി എടുത്തിട്ട് പാടോ. ജെകെ, എന്നോടുള്ള ദേഷ്യം താൻ അയാളോട് എടുക്കല്ലേ പ്ലീസ്, എനിക്ക് സംസാരിക്കാനുണ്ട്. ആര് ജെകെ? എന്ത് ജെകെ? കോൾ മീ സാർ. ജെകെ സാർ പ്ലീസ്, നമുക്കൊന്ന് സംസാരിക്കാം. എനിക്ക് ആരോടും സംസാരിക്കാനില്ല. ബോഡിഗാർഡിന്റെ നിലയിൽ നിൽക്ക്. സർ പ്ലീസ്, ഇന്നലെ മൊത്തം സാറിനോട് സംസാരിച്ചല്ലോ, ഒന്ന് സംസാരിക്കേ പ്ലീസ്. നിങ്ങൾ ഇത് എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോനെ കറി മണ്ണാൻ കേട്ടോ. ഒരു തരി ഉപ്പില്ല. പോയി ഉപ്പ് എടുത്തിട്. ഐ സുന്ദര, വിഷമിക്കാതെ. അത് എന്നോടുള്ള ദേഷ്യം നിങ്ങളോടെടുത്ത് തീർത്താണ്. പേടിക്കണ്ട, അത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാം. ഓക്കെ? ശരി കുഞ്ഞെ, വേഗം അതിനെ പഴയ പോലെ ആക്കിത്താ. അതെപ്പോഴും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാറ്. ഇപ്പൊ വെറുതെ ദേഷ്യപ്പെട്ടേക്കുന്നു. അത് ശരിയാക്കാന്ന്. ഞാൻ അതിനൊന്ന് പോയി സംസാരിക്കട്ടെ, എന്നിട്ട് ശരിയാക്കാട്ടാ. ശരി. ഓ ഡാം ഇറ്റ്, അവനെ ഞാൻ അവോയ്ഡ് ചെയ്യുമ്പോൾ എന്റെ ഹൃദയം എന്തിനിങ്ങനെ വേദനിക്കുന്നത്? വാട്ട് ഹാപ്പൻ ടു മീ? പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ് ജെകെ.
നോക്ക് JK സാർ, നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കാണ്ടിരുന്നിട്ട് 5 ദിവസമാണ് കഴിഞ്ഞത്. 5 ദിവസം. ഈ 5 ദിവസം ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയോ? എന്തോരം ഞാൻ വേദനിച്ചു എന്നറിയോ? ഒന്ന് സംസാരിക്കാനിരിക്കേ. നിനക്കെന്തിനാടാ വേദന? ഞാനല്ലേ വേദനിക്കേണ്ടത്? അതെങ്ങനെ? നീ എന്റെ വെർജിനിറ്റി കാർഡാണ് എടുത്തത്. നീ പലരുടെ കൂടെ കിടന്നിട്ടുണ്ടാവും. അതും പറഞ്ഞ് എന്നെ പോലുള്ള ഒരു മനുഷ്യന് നിനക്കെങ്ങനെ തോന്നി? നോക്ക് JK, സാറിന് വിളിക്കാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. ഒരു കാര്യം നീ കേൾക്ക്, എൻ്റെയും ഫസ്റ്റ് ടൈം എന്നെയായിരുന്നു അത്. അല്ലാണ്ട് ഞാൻ വേറെ ആരുടെ കൂടെ കിടന്നിട്ടൊന്നുമില്ല. പിന്നെ വേറെ കാര്യം, താനായിരുന്നു ടോപ്പ്, ഞാനായിരുന്നു ബോട്ടം എന്ന് വെച്ചാൽ എന്നെയാണോ താൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്? ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തനിക്കറിയില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ഞാൻ വേണ്ട ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് താൻ എന്നെ കുടിപ്പിച്ച് വശീകരിച്ച് ഇത്രയും വരെ എത്തിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ലട്ടോ ഇതൊന്നും. പറ്റുന്നില്ലെങ്കിൽ സാറിനെ പ്രണയിക്കേ, അപ്പൊ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്ത്? എന്റെ പൊന്നു സാറെ, വലിച്ചേട്ടിലാണ് ഞാൻ കാര്യം പറയാം. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഒരാൾക്ക് ഞാൻ എന്തിനാ എൻ്റെ ശരീരം കൊടുക്കണം? സോ എനിക്കിഷ്ടമാണ്. പിന്നെ സാറിന് ഇഷ്ടമില്ലാതെ സാറ് പറയരുത്. കാരണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരിക്കലും ഒരാൾ ബോധമില്ലാണ്ട് കിടക്കൂല. സാറ് ബോധമില്ലാണ്ട് ഉണ്ടെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സാറിന് എന്നെ ഇഷ്ടമാണെന്നാണ്. ഏത് വകയില് എനിക്ക് നിന്നെ ഇഷ്ടമല്ല 100 വട്ടം വേണമെങ്കിൽ ഞാൻ പറയാം. നീ വെറും ബോഡി ഗാർഡാണ്, എൻ്റെ വെറും ബോഡി ഗാർഡ്. എനിക്കതിന് ഇത്ര വിഷമം വരുന്നേ? ഓ കരയില്ലേ ഹാൻ. കൺട്രോൾ ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രാമ. റിമെമ്പർ, ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രാമ. നോക്ക് സാറേ, ഞാൻ പറയുന്ന കാര്യം സാറ് വ്യക്തമായിട്ടൊന്ന് കേൾക്ക്. എനിക്കൊന്ന് കേൾക്കട്ടെ. താ മാറിയേ. ഓ ഡാമിറ്റ്, കാർ എടുത്ത് പോയി. വേറെ ബോഡി ഗാർഡ്സും ഇല്ല. തേങ്ങ. ഓ വണ്ടി എടുക്കുക ഹാൻ. എന്റെ പൊന്ന് സാറേ, എന്തിനാണ് ഒറ്റയ്ക്ക് ഇറങ്ങാൻ നിന്ന്? ഇപ്പൊ നോക്കി എത്ര പേരെന്നെ ഇടിക്കാൻ വന്ന് നിൽക്കണേന്ന്. നീ എന്താ പേടിച്ചോയാ? എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, ബാക്കി 4 പേരും കൂടി കൂട്ടണമായിരുന്നില്ലേ? നിനക്ക് പേടിയാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാനും ജോയിൻ ചെയ്യാം. JK, പറ്റണില്ലെങ്കിലേ ഞാൻ കാരണം, ഞാൻ ഒരാള് കാരണം ഞാൻ പുറത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ അവന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പ്ലീസ് അങ്കിൾ, അവരൊന്ന് രക്ഷിക്കാൻ പറ പ്ലീസ്. JK, are you crying for someone you don't even know? I don't know, but എനിക്കൊന്നറിയാം. I can't live without him. Please save him. Calm down. Doctor, what is his condition? ബുള്ളറ്റ് ഹേർട്ടിന് താഴെയായിട്ടാണ് കയറിയിരിക്കുന്നത്. സോ ബ്ലഡ് കുറെ ലൂസ് ആയിട്ടുണ്ട്. B നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ അതിന്റെ സ്റ്റോക്ക് ഇല്ല. ഡോക്ടർ, എന്റെ B നെഗറ്റീവാ. യു ക്യാൻ ടേക്ക് മൈൻ. ഓക്കെ ദെൻ, വേഗം ആവട്ടെ, ഇല്ലെങ്കിൽ ആ പയ്യന്റെ കണ്ടീഷൻ വളരെ മോശമാവും. ഡോക്ടർ, 24 hours കഴിയാണ്ട് ഇനൊന്നും പറയാൻ പറ്റില്ല.
പയ്യൻ കണ്ണോർക്കട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാം. ഓക്കെ ഓക്കെ ഡോക്ടർ. JK, നീ ഇപ്പോൾ വീട്ടിൽ പോ. ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വസ്ത്രം നോക്കി നിന്റെ, നീ ഇപ്പോൾ വീട്ടിൽ പോയി റെഡിയായി കുളിച്ചിട്ടൊക്കെ വാ, ഞാനിവിടെ നിൽക്കാം. പക്ഷെ മാമ, എടാ ഞാൻ അവൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്, അവർ കുറച്ച് കഴിയുമ്പോൾ വരും. നീ ഇപ്പോൾ പോയി റെഡി ആയിട്ടൊക്കെ വാ. ശരി. ഈസി ഫാൾ ഫോർ ഹിം. ഇതുവരെ ഒരാൾക്ക് വേണ്ടി ഞാൻ അവൻ കരയുന്നത് കണ്ടിട്ടില്ല, അവൻ്റെ വീട്ടുകാർക്ക് ഒഴിച്ച്. ഇതിപ്പോൾ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോണ സപ്പോർട്ട് ഹിം. സാറേ, ആരാ? ഞാൻ ഫൈസൽ, ഇത് മീര. ഞങ്ങൾ ഈഹാന്റെ ഫ്രണ്ട്സാ. ഇതില് ഫൈസൽ ബ്രദർ ആണെന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ സാറേ, അവൻ ഓർഫണാ, സോ അവന് റിലേഷൻസ് ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദറായിട്ടാണ് നിൽക്കുന്നത്. ഓ ഐ സി. സാർ, അവനിപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഓ ഓക്കെ സാറേ. Ihan, why you do that? മാമ, നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ? സത്യം പറയടാ. ഒരു ബ്രെഡ് കഴിച്ചു. ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്? അവൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നടാ. പിന്നെതാ, ഇതവന്റെ ഫാമിലിയാണ്. ഞാൻ എന്തായാലും വന്നില്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോവാം. അയ്യോ അത് വേണ്ട സാറേ, ഞങ്ങളിവിടെ നിന്നോളാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഇപ്പോ അവന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഞാൻ കാരണം അവൻ ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാം. അങ്ങനെയല്ല സാറേ, സാറിന്റെ കമ്പനിയിൽ കുറേ ജോലി ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഇവനെ നോക്കി സമയം കളയാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇവനെ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ നോക്കിക്കോളാം എന്നാണ് അർത്ഥം, അല്ലാണ്ട് എനിക്ക് നോക്കാൻ കഴിയില്ല എന്നല്ല. ഫൈസൽ, എതിർക്കാൻ നിൽക്കണ്ട. അദ്ദേഹത്തിന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കട്ടെ. ശരി സാറേ, ഇതവൻ്റെ കുറച്ച് ഡ്രസ്സാണ്. സാർ ഇതവന് കൊടുത്തേക്ക്. അതിൻ്റെ ആവശ്യമില്ല, അവന് പുതിയ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചോളാം. ഇതുകൊണ്ടാ നോക്കാം. എങ്കിൽ ഓക്കെ സാറേ. മീര, ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ നീ ചിന്തിക്കുന്നത്? അതെ, അത് തന്നെ. JKക്ക് ഇപ്പോൾ ഈഹാന് വലിയ ഇഷ്ടമാണ്, വലിയ കാര്യമാണ്. അവസാനം ഇവൻ ഈ പ്രണയിച്ചതും ഇതെല്ലാം നാടകമാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എന്തായാലും അതൊരു വലിയ പ്രശ്നമാവൂടി. കാരണം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആള് നമ്മളെ ചതിക്കുകയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാലോ. അറിയാം. അപ്പോ എത്രയും പെട്ടെന്ന് അവൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും പിൻവലിക്കാൻ പറയണം. അല്ലാത്ത പക്ഷം എന്താ അവനുണ്ടാവാൻ പോണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അതെ അതെ. എന്തായാലും ഓക്കെ വരട്ടെ. എക്സ്ക്യൂസ് മീ. ആ ഡോക്ടർ, ഈഹാൻ കണ്ണു തുറന്നിട്ടുണ്ട്. കാണുന്നവർക്ക് പോയി കാണാം. ആ ഓക്കെ ഡോക്ടർ. നിനക്ക് എന്താ പ്രാന്താണോ? JK, മാമ മിണ്ടരുത്. എനിക്ക് ഇവനോട് രണ്ട് സംസാരിക്കാനുണ്ട്. നീ ആരാന്നണ്ട നിന്റെ വിചാരം? വലിയ പുണ്യാളാണെന്നോ? എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത നീ വലിയ ആളാന്ന് കരുതിയോ? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമായിരുന്നോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്ത് കണ്ടിട്ടാണ് ആ ഉണ്ട നിന്റെ നെഞ്ചത്തോട്ട് കയറ്റിയത്? നീ ആരെന്റെ? ഞാൻ സാറിന്റെ ബോഡി ഗാർഡല്ലേ സാറേ. അന്ന് ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞതല്ലേ സാറിനോട്, എന്റെ ജീവൻ കൊടുത്തും ഞാൻ സാറിനെ രക്ഷപ്പെടുത്തുന്നു. ഇവിടെ പൊട്ട, ഇവിടെ മരപ്പൊട്ട, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ എനിക്ക് നേരെ വരുന്ന ഉണ്ട നിന്റെ നെഞ്ചത്തോട്ട് കയറ്റാൻ? അതെന്റെ കടമയല്ലേ സാറേ. കടമയുള്ള ആൾക്ക് ഒരു ഇത്തിരി ബോധമെങ്കിലും വേണം. അത് നിനക്കില്ല. തേങ്ങ, ഞാൻ പോണ്. അത്ഭുതപ്പെടേണ്ട. അവൻ എങ്ങനെ സ്നേഹം കാണിക്കുക? അവൻ ഇഷ്ടപ്പെടുന്നവര് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അതൊരു ഒത്തിരി വേദന ഉണ്ടാക്കും. അതുകൊണ്ട് അവന്റെ വിഷമൊക്കെ അവൻ ദേഷ്യത്തിലൂടെ പ്രകടിപ്പിക്കുക. ഓ, മനുഷ്യൻ അങ്ങോട്ട് പേടിച്ചു പോയി. അല്ല സാറെന്താ എനിക്ക് ബോധമില്ലെന്ന് പറഞ്ഞത്? കാരണം നിനക്ക് ബോധമില്ലാത്തത് കൊണ്ട്. എന്താണ് സാറേ? എടാ, അവൻ അവന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് വലിയ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ദേഹത്ത് ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തോക്കിന്റെ വെടിയൊന്നും അവന്റെ നെഞ്ചത്തോട്ട് വരില്ല. പക്ഷെ നീ എന്താ ചെയ്തേ? ഒന്നോടാണ്ട് നേക്കഡായിട്ട് പോയി നിന്നു. അതുകൊണ്ട് അവൻ ഉണ്ട കയറിയത്. അവന്റെ ദേഹത്ത് ഉണ്ട കയറിയിരുന്നെങ്കിൽ അവനൊന്നും സംഭവിക്കില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ നീ വന്ന് ഏറ്റുവാങ്ങിയതാ ഇപ്പൊ ഇങ്ങനെയും കിടക്കുന്നു. ഓ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ അറിഞ്ഞില്ല ഇതിനെ കുറിച്ചൊന്നും. നീ എന്ത് ബോഡി ഗാർഡാടാ? നീ 3 സ്ഥലത്ത് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അറിയില്ലായിരുന്നു? ഞാൻ മറന്നുപോയി. ഇനി ശ്രദ്ധിച്ചോ കൊള്ളാം. ഡോക്ടർ, ഡിസ്ചാർജിനെ കുറിച്ച് ആക്ച്വലി 1 വീക്ക് ഇവിടെ കിടക്കേണ്ടി വരും. അയ്യോ ഡോക്ടറെ പ്ലീസ്, എനിക്ക് ഈ ആശുപത്രി മരുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല. എന്നെ വീട്ടിലേക്ക് പറഞ്ഞാക്കേ, അവിടെ വെച്ച് ചികിത്സിക്ക്. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവാ? ഡോക്ടർ, ഈ ഫെസിലിറ്റീസ് ഒക്കെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഡോക്ടറിനെ ചികിത്സിക്കാൻ പറ്റുമോ? അത് എത്ര പൈസ വേണമെങ്കിലും തരാം. അവനിവിടെ നിന്ന് മാറ്റി തന്നാ മതി.
ഓക്കെ ദെൻ എന്നെ കൊണ്ടുപോയിക്കോ. സാറേ, നിന്നോട് ആരിപ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? റൂമിലിരുന്ന് മടുത്ത് സാറേ, എനിക്ക് ബോറടിക്കണു. ഇപ്പോഴും നിന്റെ കൈ ശരിയായിട്ടില്ല. നിനക്ക് നല്ല പോലെ റെസ്റ്റ് വേണം. ആ ബോധം വല്ലതുണ്ടോ? ഞാൻ കൈ അനക്കുന്നില്ലല്ലോ, ഇവിടെ വന്ന് നിൽക്കുന്നല്ലേ ഉള്ളൂ. ഓൾവേസ് സ്റ്റബ് ഓൺ. ആ, സാറിനെ പോലെ തന്നെ. എന്ത്? അല്ല, സാർ എന്ത് നോക്കിയിരിക്കായിരുന്നു? ഈഹാൻ. എന്താ സാറേ? ഓ, നിന്നെ വിളിച്ചതല്ല, ഞാൻ നോക്കി നിൽക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഈഹാനാണ് ഞാൻ നോക്കി നിൽക്കുന്നത്. എന്നെയോ? ഓ മാൻ, സ്വന്തം പേരിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ലല്ലേ? ഈഹാൻ എന്ന് വെച്ച മൂൺ. നോക്ക്, ചന്ദ്രനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, എന്റെ പേരിന് ഇങ്ങനത്തെ അർത്ഥമുണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ട് അറിയുന്നേ. അപ്പൊ തന്റെ അച്ഛൻ ഈ പേര് എവിടെന്നാ കിട്ടിയത്? അച്ഛനല്ല, സിസ്റ്റർ അമ്മയ്ക്കാ. സിസ്റ്റർ അമ്മ എനിക്ക് ആ പേരിട്ടത്. സിസ്റ്ററമ്മ ആരത്? ഞങ്ങളുടെ ഓർഫനേജിലെ അമ്മയാ. ഓർഫനേജ്? ഹാ, ഞാൻ ഓർഫനേജിലല്ലേ ജനിച്ചതും വളർന്നതും. അവിടത്തെ അമ്മയിട്ട പേരത്. അപ്പോ അന്ന് ഹോസ്പിറ്റലിൽ വന്ന ഫാമിലി? അതെന്റെ ഫ്രണ്ടാണ്. അവൻ എന്റെ ഫാമിലി എന്ന പോലെയാണ് നിൽക്കുന്നത്. അത്ര തന്നെ. ഓ, തന്റെ അച്ഛനമ്മയും ഇപ്പൊ ജീവനോട് ഇരിപ്പുണ്ടോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അന്വേഷിച്ചു പോയില്ലേ? എന്തിനന്വേഷിച്ചു പോണം? എന്റെ വേണ്ടാണെന്ന് വെച്ചവരല്ലേ. അവരെ ഞാൻ അന്വേഷിച്ചു പോകുന്നില്ല. അപ്പോ ഇതുവരെ താൻ തന്റെ പാരന്റ്സിനെ കണ്ടിട്ടില്ല? അങ്ങനെ ചോദിച്ച സിസ്റ്റർ അമ്മ പറഞ്ഞ വിധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ എന്ന് പറയുന്നത് ഈ തെരുവിലൊക്കെ നടക്കുന്ന ഈ പിച്ചക്കാരിയില്ലേ, ആ ബന്ധത്തിൽപ്പെട്ട പെണ്ണാണ്. അങ്ങനെ പിച്ചതിണ്ടി നടന്ന സമയത്ത് ഏതോ ഒരുത്തൻ വന്ന് പീഡിപ്പിച്ചിട്ട് പോയിട്ട് ഗർഭിണിയായിട്ട് എവിടെയോ എന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് അവരെന്നെ വിട്ടുപോയി. അന്നാണ് സിസ്റ്റർ അമ്മ എന്നെ കണ്ടുമുട്ടുന്നത്. അവരെന്നെ എടുത്തുണ്ടോ എനിക്ക് പേരിട്ട് അവളിട്ട് വളർത്തി. പിന്നെ ഞാൻ വലുതായപ്പോ അവിടെ പോന്നു. എന്നിട്ടും താൻ എങ്ങനെയാണ് ഒരു കള്ളനായത്? ജെക്കെ, ഈഹാൻ, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ സിഇഒയാണ്. മാത്രല്ല ന്യൂസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. തന്റെ മുഖം ഞാൻ 2 പ്രാവശ്യം കണ്ടത്. അതൊരു മോഷണ കേസിൽ. അന്ന് തന്റെ മുഖം ഞാൻ നോക്കി വെച്ചിരുന്നതാണ്. അന്ന് ബോഡി ഗാർഡായി താൻ ജോയിൻ ചെയ്ത സമയത്ത് താനൊരു കള്ളനായിട്ടും എന്തിനാണ് അവിടെ വന്ന് ജോയിൻ ചെയ്തതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ തേടി പിടിച്ച് അന്വേഷിച്ചപ്പോഴാണ് അലക്സാണ്ടറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് താനെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ വരെ തന്റെ കളി പോകുന്നു ഞാൻ നോക്കി. താൻ ഇവിടെ വരെ പിടിച്ചു നിന്നു. പക്ഷെ ഒരിക്കലും എനിക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഐ ഡോണ്ട് നോ, എന്റെ ഹൃദയത്തിനോട് എത്ര പറഞ്ഞിട്ടും ആ വൃത്തികെട്ട ഹൃദയം മനസ്സിലാക്കിയില്ല. തന്നെ പ്രണയിക്കല്ലേ എന്ന് ഞാൻ പറയും തോറും അത് കൂടുതൽ നിനക്ക് വേണ്ടി മാത്രം ഇടിച്ചു തുടങ്ങി. അവസാനം ഞാൻ മനസ്സിലാക്കി, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. അന്ന് ഹോസ്പിറ്റൽ മുറിയിൽ നീ ജീവന് വേണ്ടി പെടയുമ്പോൾ എന്റെ ജീവൻ പോകുന്നത് പോലെ എനിക്ക് തോന്നിയത്. ആക്ച്വലി യു ഡോണ്ട് റിയലി ഡിസർവ് മീ, ബട്ട് സ്റ്റിൽ മൈ സ്റ്റുപ്പിഡ് ഹാർട്ട് അതെപ്പോഴും തനിക്ക് വേണ്ടി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും കേൾക്കുന്നില്ലടോ. പക്ഷേ ഇറ്റ്സ് ടൈം ഫോർ ലെറ്റ് ഗോ. എനിക്ക് മടുത്തടോ. ഇങ്ങനെ അഭിനയിക്കുന്ന തൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് താൻ അലക്സാണ്ടറിനോട് പറഞ്ഞോളൂ, അയാളുടെ കള്ളെല്ലാം ഞാൻ കണ്ടുപിടിച്ചെന്ന്. അയാളുടെ പ്ലാനൊക്കെ ഞാൻ കയ്യോടെ പൊക്കിയെന്ന്. അയാൾ വിചാരിക്കുന്ന സാധനം അയാളുടെ കയ്യിൽ എത്തില്ലെന്ന്, നിന്റെ കയ്യിലും എത്തില്ലെന്ന്. തൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്ന ദിവസം തനിക്കിവിടെ നിന്ന് പോവാം. അതോടുകൂടി നമ്മുടെ ഇരുവരുടെയും ചാപ്റ്റർ ക്ലോസ് ആണ്. ഓക്കെ? എനിക്കൊരു ചാൻസ് തന്നൂടെ? ആദ്യമൊക്കെ ഒരു ഡ്രാമ തന്നെയായിരുന്നു എനിക്കും അത്. പക്ഷെ
കാര്യത്തോടടുക്കുമ്പോ സത്യം പറഞ്ഞ നീ പറഞ്ഞതുപോലെ തന്നെ ഞാനും അനുഭവിച്ചു. ഹൃദയടുപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. നിന്നെ കാണുമ്പോൾ മാത്രം എന്റെ മുഖത്തിന് വല്ലാത്തൊരു തെളിച്ചം വന്നു തുടങ്ങി. സ്ട്രെയിറ്റ് ആണോ, ഗേ ആണോ, ബൈസെക്ഷൽ ആണോ, ഇതൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഈ ഒരു 1 വീക്ക് കൊണ്ട് എനിക്ക് മനസ്സിലായി, ഐ ആം ഗേ. ട്രസ്റ്റ് മീ, ഞാൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ തന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല. വേണമെങ്കിൽ ഇനി ഒരു ഉണ്ട കൂടി എന്റെ നെഞ്ചത്തോട്ട് ഞാൻ കേറ്റാം. അത്ര ഇഷ്ടമാണ് തന്നെ എനിക്ക്. ഇല്ല ഇഹാൻ, തന്നെ ഞാൻ വിശ്വസിക്കില്ല. തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പട്ടി, തനക്കപ്പന്നെ വിശ്വാസമില്ലല്ലേ? ഇല്ല. അതെന്താടോ തനിക്ക് വിശ്വാസമില്ലാത്തത്? ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ തന്റെ ഉണ്ട വാഞ്ചി കയറ്റിയത് തന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാ. താൻ എന്റെ മുമ്പിൽ കിടന്ന് മരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാ. അത് തനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് തനിക്കറിയോ? നീ എന്താ ചെയ്യാൻ പോണേ? ഞാൻ മോഷ്ടിക്കാൻ പോവാ. എന്ത്? തന്റെ ഹൃദയത്തെ. താ നോക്കിക്കോ, തന്നെ ഞാൻ വളച്ചു കുപ്പിയിലാക്കും. ശ്രമിക്കാൻ പോവാ. എങ്ങാനും താൻ തോറ്റുപോയാ? പിന്നെ ചാവണ വരെ എന്നെയും തല ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും തനിക്ക്. ഹലോ ദാറ്റ്. എന്താ? ഒന്നുമില്ല. ഞാൻ കേട്ടടാ പട്ടി, നിക്കടാ അവിടെ. ഇഹാൻ, താൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? ഇല്ല സാറേ. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ 1 മന്തിനുള്ളിൽ എനിക്ക് അത് കൊണ്ടുതരണമെന്ന്. പക്ഷെ സാർ എന്ത് ചെയ്യാൻ പറ്റും? സാർ ഞങ്ങൾ ഒന്നിപ്പിക്കാൻ നോക്കി അവസാനം ഞങ്ങൾ ഒന്നായ സാറേ. ഇപ്പൊ എങ്ങനെ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന് ഇങ്ങനെ ഒറ്റ കൊടുക്കുക? എന്താ? സോറി സാറേ, ഇനി ഞാൻ അവൻ ഒറ്റിക്കാനൊന്നും പോകുന്നില്ല. ആൻഡ് ആ സാധനം എന്റെ കെട്ടുവാൻ അർഹതപ്പെട്ടതായതുകൊണ്ട് എനിക്കത് സാറിന് എടുത്തു തരാൻ പറ്റില്ല. എന്ത്? ഓ മിസ്റ്റർ അലക്സാണ്ടർ, അവൻ പറഞ്ഞതിന്റെ കാര്യം തന്റെ മിഷൻ ഫെയിൽ ആയിരിക്കുന്നു എന്ന്. ജെക്കെ തന്നെ. ഇനി താൻ എത്ര കളി കളിച്ചാലും ഒന്നും ഏക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ എന്റെ വീടിന് ഹൈ സെക്യൂരിറ്റി അല്ല വെച്ചേക്കുന്നത്. ഒരു കള്ളനെയാ. അവന്റെ കണ്ണ് വീടിന് 4 ചുറ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സാധനവും ആ വീട്ടിൽ നിന്ന് മോഷണം പോയില്ല. സോ ഇനി അടുത്ത കളി കളിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും കളിച്ചോ. കാരണം JK ആയിട്ടാ താൻ കളിക്കാൻ പോകുന്നേ. ഓ സോറി, JKയും ഈഹാനുമായിട്ടാ താൻ കളിക്കാൻ പോകുന്നേ. അലക്സാണ്ടറെ, തന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരാളെ കാണിച്ചിട്ട് അതാണ് നിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാനത് ഭയങ്കര ഹാർഡാന്നാ കരുതിയത്. പിന്നെ അടുത്തറിഞ്ഞപ്പോഴല്ലേ ഹീ സച്ച് എ സോഫ്റ്റ് ടാർഗറ്റ്. അതുകൊണ്ട് ഇനി ആ സോഫ്റ്റ് ടാർഗറ്റിനെ ഞാൻ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. സോ ഇനി താൻ എന്റെ കെട്ടുവനെ തൊട്ട് കളിച്ചാൽ ശരിക്കുള്ള ഇഹാൻ ആരാണെന്ന് താൻ അറിയും. അപ്പൊ എങ്ങനെ ബേബി പോവാം? യെസ് ഡാർലിംഗ്, പോവാം.